എലിസബത്തിന് നല്ല പേടിയുണ്ട്. പല രീതിയിൽ അവർക്ക് എല്ലാ പ്രഷർ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അവർ നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ പലരും കമൻസിൻ്റെ താഴെ പറയായിരുന്നു കേസ് കൊടുക്കുക കേസ് കൊടുക്കുക. അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പം സംഭവിക്കും. കേസ് കൊടുക്കുമ്പോൾ അവരുടെ വക്കീലാണെങ്കിലും പറയുന്നത് ഇത്രയാണ്: ഇനി മുതൽ ഈ കേസിൻ്റെ മറ്റു കാര്യങ്ങൾ പുറത്തോട്ട് പറയാൻ പാടില്ല എന്നാണ് പറയാം. കേസ് കൊടുത്ത അന്ന് തന്നെ നിങ്ങൾ പോയി അപ്പോൾ തന്നെ ആ സെറ്റ് ചെയ്ത ആ വക്കീലിന്റെ ബുദ്ധിയും ഈ പൊട്ടന്റെ ബുദ്ധിയും അപാരം. കാരണം അന്ന് തുടങ്ങിയ ആ സംഭവം കൂടെ ബ്ലോക്ക് ചെയ്യാലോ. എന്നാരും ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വായ പൊത്തിപ്പിടിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ചെയ്തതിനാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. വെറുതെ ഒരാൾ വന്നിട്ട് നിങ്ങൾക്കെതിരെ കേസോ കാര്യങ്ങളോ കൊടുക്കില്ലല്ലോ. 2-2.5 കൊല്ലം ഫേസ്ബുക്കിലും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലും എല്ലാ സ്ഥലത്തും പൊന്തിച്ച് പിടിച്ച് നടന്ന് അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിച്ച് നിന്നെ പോലെയുള്ളൊരു NPD പേഷ്യന്റ് അത് അർഹിക്കുക തന്നെ ചെയ്യുന്നു. ഓക്കെ, നിനക്ക് ഇതെല്ലാം വേണ്ട, നിനക്ക് ശിക്ഷ വേണം. കാരണം നിന്റെ പണത്തിന്റെ കൊണ്ടും നിന്റെ അധികാര സ്വാധീനം കൊണ്ടും ഇതിനെല്ലാ തരത്തിലും നീ ഇല്ലാതാക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നുണ്ടെന്ന് നല്ല രീതിയിൽ അറിയാം. ചിലപ്പോൾ നിന്നെ അറിയാത്തവർക്ക് അതിനെപ്പറ്റി അറിയില്ലായിരിക്കാം. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എനിക്കും അറിയാം, ഈ പറഞ്ഞ എലിസബത്തിനും അറിയാം, നിന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം. നീ പണ്ട് ചെയ്തിരുന്നല്ലോ, നിന്റെ മുൻ ഭാര്യയുടെ ഒരു അലിഗേഷൻ നീ എന്നോട് പറഞ്ഞിരുന്നു. അവരെ വൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞു. അത് ഞാൻ പറയുന്നില്ല, കാരണം അത് നുണയാണെന്ന് ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ട് തെളിഞ്ഞു. എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ മഴവിൽ മനോരമയിൽ കീബോർഡോ അങ്ങനെ എന്തോ വായിച്ചിരുന്ന ഒരാളുടെ പേര് 6 വെച്ചാണ് അയാളുടെ പേരിന്റെ സ്റ്റാർട്ടിങ്. ഞാൻ പറയുന്നില്ല. അയാളെ കൊല്ലാൻ നീ ശ്രമിച്ചത് നിന്റെ തിരുവായ കൊണ്ടാണ് നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നീ മദ്യപിച്ചിരുന്ന സമയത്ത് അന്ന് ആ പരിപാടി പാളിപ്പോയി. അപ്പോൾ ഞാൻ നിന്നോട് അറിയാൻ വേണ്ടി ചോദിച്ചു, അത് എന്താന്ന് ചോദിച്ചപ്പോൾ നീ രണ്ടാമത് എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ബ്രില്യൻസ് ആണ് നീ പറഞ്ഞത്. ചെറിയ പിള്ളേരെ വെച്ചിട്ട് നീ ഈ പരിപാടി തീർക്കും. എങ്ങനെ? ചെറിയ പിള്ളേരെ. അതാവുമ്പോൾ മറ്റേ ജൂനൈൽ ഹോമാണല്ലോ പോവാ. ചെറിയ കുട്ടികളാണല്ലോ. നമ്മുടെ നിയമത്തിന് ഒരുപാട് ഇതുണ്ടല്ലോ, ന്യൂനതകളുണ്ടല്ലോ. എനിക്ക് അതിനെ തോന്നിയിട്ടുണ്ട്. പല ലൂപ്പ് ഹോൾസും ഉണ്ട്. അത് വെച്ച് ഈ ഒരു ഇഷ്യൂവിന്റെ പേരിലായിരിക്കില്ല ഞാൻ ആ പറഞ്ഞ വ്യക്തി കൊല്ലപ്പെടുന്നത്. നിങ്ങൾ മനഃപൂർവ്വം ഒരു പെട്ടിക്കടയുടെ മുമ്പിലോ അങ്ങോട്ട് ചെന്ന് തട്ടി മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനെ കൊല്ലാൻ നീ ശ്രമിച്ചിട്ടുള്ളതാ. എന്തോ അയാളുടെ ഭാഗ്യം കൊണ്ട് അയാൾ അന്ന് രക്ഷപ്പെട്ടു എന്ന് നീ തന്നെ നിന്റെ നാവുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാ. ഇത്തരം പരിപാടി തന്നെയാണ് നീ പിന്നെ ഇറക്കുന്നത്. എടാ പൊന്നളിയ പൊട്ട, കാലം മാറി. പണ്ടത്തെ പോലത്തെ നിന്റെ 2012-13 കളിയല്ല ഇപ്പോ. കൊല്ലം മാറി. 10-13 കൊല്ലം അങ്ങോട്ട് കയറി പോന്നു. 2025 അത്. അപ്പൊ നീ ഇതില് ഏതൊക്കെ തരത്തിൽ നോക്കുന്നു എനിക്ക് നല്ല രീതിയിൽ അറിയാം. നിന്നെ നല്ല രീതിയിൽ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. നിനക്ക് നാണുണ്ടോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നിന്നെ ആരും പിടിക്കപ്പെടില്ല എന്നൊരു നിന്റെ അധികാരത്തിന്റെ ഹുങ്കാണോ? അവസാനിക്കും പാല, അവസാനിക്കും. ഇത് പൊട്ടന്മാരല്ലോ. നിയമം ഉണ്ടല്ലോ ഇവിടെ, നീതി ഉണ്ടല്ലോ. അത് കിട്ടും, ഉറപ്പ് പറയുന്നു. ഈ എന്താ പറയാ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഓർത്തു വെച്ചു നീ എന്നെങ്കിലും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. നീ പിടിക്കപ്പെടും. നിന്റെ ഫുൾ പുറംപോച്ച് ഇപ്പൊ തന്നെ ഒരുവിധം ആൾക്കാർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ട് നിന്നെ ഇവിടുന്ന് അടിച്ചു ഓടിപ്പിക്കും. നീ നോക്കിക്കോ. നിന്റെ ഈ സമയമൊന്നും അധികമല്ല. നീതി ന്യായമൊക്കെ ഇവിടെ പ്രോപ്പറായിട്ട് തന്നെ വരുന്നു. ഞാൻ പറയുന്നു. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കേട്ടിട്ട് എനിക്ക് അയാളെ വ്യക്തിനെ അറിയോ, ഈ എലിസബത്തിനെ അറിയോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ചിന്തയാണ്. ഞാനിതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. എനിക്കത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നല്ലാതെ വെറുതെ ഒരാളുടെ ശത്രുത വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഇതിൻ്റെ താഴെ എന്തോ കുറേ കമൻസ് ഇപ്പം ഞാൻ റീസെൻറ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ താഴെ വരുന്നുണ്ട്. ഞാൻ വളവള പറയുന്നത് ഞാൻ കേസ് കൊടുത്തിട്ട്, ഞാൻ ഇവനെതിരെ കേസ് കൊടുത്തിട്ടില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേസ് കൊടുത്ത എൻ്റെ പ്രൊട്ടക്ഷൻ അത്തരം കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കാരണം എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇവനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല. ജെനുവനായിട്ടുള്ള ഇവിടെ കംപ്ലൈൻറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് കേസും തെളിവുകളും വെച്ചിട്ട് വരെ ഈ എന്താ പറയുക, ഈ പട്ടിക്കെതിരെ ഇവിടെ ഒരാൾ പോലും ഒരു ആക്ഷനൊന്നും വന്നിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് സമയം എടുക്കുകയായിരിക്കാം. ഓക്കെ, എൻ്റെ അടുത്ത് എൻ്റെ വായ ആരും മൂടിക്കെട്ടാൻ വേണ്ടി നോക്കണ്ട. ഓക്കെ, എനിക്ക് അദ്ദേഹത്തിന് അറിയോ അറിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇതിന്റെ കേസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. ആ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വെളിപ്പെടുത്തൽ രാജാവാണോ, എന്നെ മോളിൽ നിന്ന് കെട്ടി തൂക്കി ഇറക്കിയതാണോ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ എലിസബത്ത് ഈ ഒരു വിഷയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ 100% ഉറപ്പ് വരുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എന്തായാലും മാറാൻ പോകുന്നില്ല. എനിക്കത് പ്രശ്നമല്ല.
വരുന്ന പണികൾ എന്തൊക്കെയാണ് എന്ന് എനിക്കറിയാം. അതിൽ നിന്നെ പണിയാനുള്ള പണിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നീ പറയുന്ന പോലെ നിന്നെ കൊല്ലുന്ന പരിപാടിയല്ല, നീ ചെയ്യുന്നതിന് വിത്ത് സോളിഡ് പ്രൂഫായിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പം എന്നോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. പൊട്ട മണ്ടത്തരം കാണിക്കില്ലേ. നീ വേറെ എന്തെങ്കിലും കഴിക്കുക, നിനക്ക് ബുദ്ധി വരാൻ എന്തെങ്കിലും കഴിക്കി. പിന്നെ എലിസബത്ത്, ഭയപ്പെടാതിരിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇത് ഒരിക്കൽ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ബ്ലാങ്കറ്റ് വെച്ചിട്ടോ ഈ നിങ്ങളുടെ മുഖം കാണിക്കാതെ നിങ്ങൾ ഒരിക്കലും വീഡിയോ ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ മുഖം കാണിച്ച് നിങ്ങൾ അതേ ഇതോടുകൂടി തന്നെ ഇതൊന്നും എനിക്ക് ഒന്നുമല്ല എന്ന രീതിയിൽ നിങ്ങൾ വന്ന് വീഡിയോ ചെയ്യണം. അതാണ് ഈ പറഞ്ഞ പൊട്ടന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി. ഭയപ്പെടേണ്ടതില്ല. ഇവിടെ നീതിയുണ്ട്, നിയമമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.